മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഒരു വല്ലാത്ത പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പ്രതിസന്ധി ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല, അതിനുപരിയായിട്ട് എന്തെങ്കിലും ഒരു ടേം വേണ്ടി വരും. കാരണം അത്രയ്ക്കും നിരാശരാണ് യുണൈറ്റഡിന്റെ ആരാധകരെല്ലാം. പ്രത്യേകിച്ച് യൂറോപ്പ ലീഗ് ഫൈനലിലായിരുന്നു അവസാനം എല്ലാ പ്രതീക്ഷയും. കാരണം ഈ സീസൺ തന്നെ ഒന്ന് തിരിച്ചു പിടിക്കാൻ ഈ യൂറോപ്പ ലീഗ് വിജയം സാധ്യമാകും എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു ചിന്തകൾ. അതുമാത്രമല്ല, ചാമ്പ്യൻസ് ലീഗിലേക്ക് യോഗ്യത ലഭിക്കുന്നു എന്നുള്ള വലിയ ആകർഷകമായ ഒരു കാര്യം തന്നെ ഉണ്ടായിരുന്നു. കാരണം യുണൈറ്റഡിനെ സംബന്ധിച്ച് ചാമ്പ്യൻസ് ലീഗിലേക്ക് യോഗ്യത ലഭിക്കേണ്ടത് വെറും ഒരു പ്രൈഡിന്റെ കാര്യം മാത്രമല്ല. കാരണം ട്രാൻസ്ഫർ വിപണിയിൽ എന്തെങ്കിലുമൊക്കെ നടക്കണമെങ്കിൽ ചാമ്പ്യൻസ് ലീഗ് കളിക്കുന്ന ഒരു ടീം എന്നുള്ളൊരു ടാഗ് അത്യാവശ്യമായിരുന്നു. അതുകൂടാതെ ഫിനാൻഷ്യൽ ബെനിഫിറ്റ് ഏതാണ്ട് 80-90 മില്യൺ പൗണ്ടോളം ലഭിക്കേണ്ട ഒരു സാഹചര്യമായിരുന്നു. അതും ഇല്ലാതായിരിക്കുന്നു. ഇപ്പം ബ്രോഡ്കാസ്റ്റ് റൈറ്റ്സിന്റെ ആണെങ്കിലും അതുകൂടാതെ ഗേറ്റ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കളക്ഷൻസ് ഒക്കെ ആയിട്ട്. അപ്പോൾ എന്തായാലും യുണൈറ്റഡിനെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടി തന്നെയാണ്. ഇപ്പം റൂബൻ അമോറിം ഇനിയും തുടരുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഇങ്ങനെ വളരെ സജീവമായി നിൽക്കുന്നുണ്ട്. പക്ഷേ അമോറിം എന്തായാലും ഒരു സീസണും കൂടെ യുണൈറ്റഡിനൊപ്പം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷെ അമോറിം തന്നെ സൂചിപ്പിച്ചിരുന്നു, അതായത് ഞാൻ യുണൈറ്റഡിന്റെ മാനേജർ അല്ലെങ്കിൽ ഒരു കോച്ചിങ് ജോബിൽ തുടരാനുള്ള ആ ഒരു യോഗ്യത എനിക്കില്ല എന്ന് തോന്നുകയാണെങ്കിൽ, ആരാധകർക്കോ മാനേജ്മെന്റിനോ തോന്നുകയാണെങ്കിൽ അടുത്ത ദിവസം തന്നെ ഞാൻ പടിയിറങ്ങും. ഇപ്പം നഷ്ടപരിഹാരത്തിന്റെ ചർച്ചകൾക്ക് പോലും ഞാൻ നിൽക്കില്ല എന്നൊക്കെയുള്ള വളരെ സ്ട്രോങ് ആയുള്ള വേർഡ്സ് ഒക്കെയാണ് അമോറിം നൽകിയിരിക്കുന്നത്. പക്ഷെ അമോറിം പലപ്പോഴും പ്രസ്സിന് മുമ്പിൽ ഷൈൻ ചെയ്യാറുണ്ട്. അതുവഴി അദ്ദേഹത്തിന് യുണൈറ്റഡ് ആരാധകർക്കിടയിൽ ഒരു കരിസ്മയുണ്ട്. കാരണം അമോറിം പറയുന്നത് ശരിയാണെന്നുള്ള ഒരു അർത്ഥത്തിലൊക്കെ എല്ലാവരും ചിന്തിക്കുന്നുണ്ട്. പക്ഷെ അത് എത്രത്തോളം എന്നുള്ളതാണ്. കാരണം ഒന്ന്, ഈ അമോറിം ഒരു മിഡ് സീസണിൽ വന്ന് തന്നെ ഒരു വലിയ ഒരു സാഹസം തന്നെയായിരുന്നു. കാരണം പോർച്ചുഗീസ് ലീഗിൽ എക്സ്പീരിയൻസ് ഉള്ള അമോറിം പ്രീമിയർ ലീഗിലേക്ക് വരുമ്പോൾ എന്തായാലും അദ്ദേഹത്തിന് അതിനനുസരിച്ചുള്ള താരങ്ങൾ വേണം. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ബോണസ് മാറ്റിവെച്ച് സാഹചര്യത്തിനനുസരിച്ച് കുറെ ചേഞ്ചസ് കൊണ്ടുവരാൻ ശ്രമിക്കണം. എപ്പോഴും അദ്ദേഹം ആ ഒരു 3 men ഡിഫൻസ് ആ ഒരു സംവിധാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. പ്രീമിയർ ലീഗിൽ ഹൈ ഇന്റൻസിറ്റിയോടെ കളിക്കുന്ന ഒരു ലീഗാണ്. ഇത്രയും പേസോടെ കളിക്കുന്ന ഒരു ലീഗിൽ പലപ്പോഴും ഈ ഒരു സിസ്റ്റം എത്രത്തോളം വർക്കൗട്ടോ അതിനനുസരിച്ചുള്ള പ്ലെയേഴ്സ് വേണം. ഇപ്പം എല്ലാ ഏരിയയിലും, അതായത് ഡിഫൻസിലാണെങ്കിലും മിഡിലാണെങ്കിലും പിന്നെ മുന്നേറ്റ നിരയിലാണെങ്കിലും അതിനനുസരിച്ചുള്ള പ്ലെയേഴ്സ് ഉണ്ടെങ്കിൽ ഇത് ഓക്കെ. ഇപ്പൊ നമുക്കറിയാം ക്രിസ്റ്റൽ പാലസ് ഈ ഒരു 3 ഡിഫൻഡേഴ്സിനെ വെച്ചിട്ടുള്ള ശൈലി അവർ ഇമ്പാർട്ട് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ വോൾസ് നടത്തുന്നുണ്ട്. ചില മത്സരങ്ങളൊക്കെ വോൾസിന്റെയും അതേ ശൈലിയാണ്. അപ്പം ചെയ്യുന്നുണ്ട്. പക്ഷേ അത് എത്രത്തോളം പ്രീമിയർ ലീഗിൽ ഒരു സക്സസ്ഫുൾ ആകുന്നു എന്നുള്ളതാണ് ഒരു ചോദ്യം. ഇപ്പൊ സാബി അലോൺസോ പോലും ബയർ ലെവർക്യൂസിനെ ഇടയ്ക്കൊക്കെ അദ്ദേഹം സ്വിച്ച് ചെയ്യാറുണ്ട്. 4 ഡിഫൻഡേഴ്സിലേക്ക് അദ്ദേഹം സ്വിച്ച് ചെയ്യാറുണ്ട്. ഫോമൻ ഡിഫൻസിലേക്ക് സ്വിച്ച് ചെയ്യാറുണ്ട്. ബയൺ മ്യൂണിക്കിനെതിരെയുള്ള നിർണായക ബുണ്ടസ് ലീഗിലെ മത്സരത്തിലൊക്കെ അദ്ദേഹം അങ്ങനെയാണ് ചെയ്തത്. അപ്പം ആ ഒരു ഫ്ലെക്സിബിലിറ്റി ഇല്ലാതെ മുന്നോട്ട് പോകുമ്പോൾ അപ്പം അമോറിമിന്റെ ഒരു ശൈലിക്ക് അടിസ്ഥാനമായിട്ട് വേണ്ടത് നല്ല എനർജറ്റിക് ആയിട്ട് വളരെ ആക്രമണ ത്വരയുള്ള വിങ് ബാക്കുകളാണ് വേണ്ടത്. ഇപ്പോഴും യുണൈറ്റഡിന് അത് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടോ എന്നുള്ളതൊരു ചോദ്യമാണ്. നിലവിലുള്ള ആളുകളെ മേക്ക് ഷിഫ്റ്റ് ചെയ്തു കൊണ്ടുപോവുകയാണ്. പിന്നെ അതുകൂടാതെ തന്നെ മറ്റൊരു കാര്യം മിഡ്ഫീൽഡിലെ ആ ഒരു സാന്നിധ്യം, അതായത് മിഡ്ഫീൽഡിൽ അത്രയ്ക്കും ഒരു സെൻസിബിളായിട്ട് കളിക്കുന്ന പ്ലെയേഴ്സ് വേണം. അപ്പോൾ എല്ലാ മേഖലയിലും അതിനനുസരിച്ചുള്ള എക്സൽ ചെയ്യാൻ പറ്റുന്ന പ്ലെയേഴ്സ് ഇല്ലെങ്കിൽ ഈ ശൈലി ഇമ്പാർട്ട് ചെയ്യുക വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയായിരിക്കും. അപ്പോൾ അമോറിം വീണ്ടും ഈ ഒരു ശൈലി ഇങ്ങനെ ഇമ്പാർട്ട് ചെയ്ത് അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് അദ്ദേഹം നിർബന്ധ ബുദ്ധിയോടെ നിൽക്കുമ്പോൾ ഉണ്ടാവുന്നത് ഇനിയിപ്പോൾ അടുത്ത സീസണിൽ അദ്ദേഹത്തിന് വലിയ പ്രഷറാണ് വരാൻ പോകുന്നത്. ഈ സീസൺ പോലെയല്ല. കാരണം അടുത്ത സീസണിൽ തുടക്കം മുതൽ എല്ലാവരും വലിയ രീതിയിൽ തന്നെ യുണൈറ്റഡിന്റെ പ്രീമിയർ ലീഗിലെ പെർഫോമൻസ് മോണിറ്റർ ചെയ്യുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു നിലവിലെ അവസ്ഥയിൽ ഒരു സ്ട്രഗിൾ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ അദ്ദേഹത്തിന് മിക്കവാറും ഒരു നവംബർ മാസത്തിന് അപ്പുറത്തേക്ക് കടക്കാൻ പറ്റുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പൊ ഇതാണ് ഒരു പ്രശ്നം. ഇപ്പൊ അമോറിമിന്റെ ടാക്ടിക്സ് ഒന്നും ഇതുവരെ അദ്ദേഹത്തിന് വർക്കൗട്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഇപ്പം 5-6 മാസം ആയിട്ടുള്ളെങ്കിലും അദ്ദേഹത്തിന് ആ ഒരു ടാക്ടിക്കലി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. പല മത്സരങ്ങളിലും ക്ലൂലെസ് ആയിട്ട് നിൽക്കുന്ന അമോറിമിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം അദ്ദേഹം ഇപ്പം പ്രസ് മീറ്റുകളൊക്കെ നടത്തി പലപ്പോഴും ഡിഫെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും എപ്പോഴും നമ്മൾ സഫർ ചെയ്യണം, യുണൈറ്റഡിന്റെ അവസ്ഥ ഇതാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഇത്രയും മോശമായുള്ള ഒരു പെർഫോമൻസ് ആരും പ്രതീക്ഷിച്ചില്ല. കാരണം അദ്ദേഹം വന്നതിന് ശേഷം 41 മത്സരങ്ങളാണ് മൊത്തം ഈ സീസണിൽ ഇപ്പം അമോറിമിന്റെ ഒരു ശിക്ഷണത്തിൽ യുണൈറ്റഡ് കളിച്ച. അതിൽ 16 മത്സരത്തിലും പരാജയപ്പെട്ടു. 10 സമനിലകളാണ്, 6 ക്ലീൻ ഷീറ്റ് മാത്രമാണ്. ഇപ്പോൾ പ്രീമിയർ ലീഗിലാണെങ്കിൽ തുടർച്ചയായിട്ട് 8 മത്സരങ്ങളിൽ നിലവിലൊരു വിജയമില്ല. പോയിന്റ് ടേബിളിൽ ഇപ്പോൾ 16ാം സ്ഥാനത്ത് നിൽക്കുന്നു. ഇനി അവസാന മത്സരം ആസ്റ്റൺ വില്ലയുമായാണ്. ആസ്റ്റൺ വില്ലയുമായി പരാജയപ്പെടുകയാണെങ്കിൽ 39 പോയിന്റ് എന്നുള്ള ആ ഒരു പോയിന്റിൽ ഈ ഒരു സീസൺ പ്രീമിയർ ലീഗിൽ അവസാനിപ്പിക്കേണ്ടി വരും. അത് ഒരു വലിയ ദുരന്തം തന്നെയായിരിക്കും. ഇപ്പോൾ കഴിഞ്ഞ സീസണിലാണെങ്കിൽ റെലഗേറ്റ് ചെയ്യപ്പെടേണ്ട ഒരു പോയിന്റാണത്. അപ്പം യുണൈറ്റഡിന്റെ ഒരു പെർഫോമൻസ് 1974 സീസണിന് ശേഷം ഇത്രയും, അതായത് റെലഗേറ്റ് ചെയ്യപ്പെട്ട സീസണാണ്, അതിനുശേഷം ഇത്രയും മോശമായുള്ള ഒരു പെർഫോമൻസ് യുണൈറ്റഡിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടില്ല. അപ്പം
ടീമിൽ ഇനിയിപ്പോൾ അത്രയ്ക്കും വലിയ ഉടച്ചു വാർക്കലൊക്കെ ഉണ്ടാകേണ്ടതാണ്. പക്ഷേ ഈ സമ്മറിൽ എത്രത്തോളം അതിനനുസരിച്ചുള്ള താരങ്ങളെയൊക്കെ കൊണ്ടുവരാൻ പറ്റും, അതിനുള്ള പണം എവിടെ നിന്നുള്ള ചോദ്യമാണ് വളരെ സജീവമായിട്ട് നിൽക്കുന്നത്. ഇപ്പം ഗർണാച്ചോയെ വിൽക്കാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വന്നു കഴിഞ്ഞു. പിന്നെ അതുകൂടാതെ ഈവൻ കോബി മൈനുവിനെയും നല്ല വില കിട്ടുകയാണെങ്കിൽ കൊടുക്കാൻ സാധ്യതയുണ്ട്. കാരണം രണ്ട് പ്ലെയേഴ്സും ഹോം ഗ്രോൺ ആയുള്ള പ്ലെയേഴ്സാണ്. അപ്പോൾ അവരെ വിൽക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ബെനിഫിറ്റ് ലഭിക്കും. പിന്നെ ഇപ്പോൾ ഓൾറെഡി ലോണിൽ നിൽക്കുന്ന റാഷ്ഫോർഡ്, സാൻജോ, ആന്റണി, ഈ 3 പ്ലെയേഴ്സിനെയും വിറ്റ് പരമാവധി പണം സമാഹരിക്കുക, അതിനനുസരിച്ചുള്ള പ്ലെയേഴ്സിനെ സൈൻ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. പക്ഷേ അതൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ്. അതുമാത്രമല്ല, ഇനിയുള്ള ട്രാൻസ്ഫർ മാർക്കറ്റിൽ ഈ ഒരു യൂറോപ്പ ലീഗിന് ശേഷം പോസ്റ്റ് യൂറോപ്പ ലീഗ് എന്തായിരിക്കും സ്ഥിതി, എത്രത്തോളം താരങ്ങൾ ഇങ്ങോട്ട് വരും. ഇപ്പം റെലഗേറ്റ് ചെയ്യപ്പെട്ട ടീമിൽ നിന്ന് യങ് സ്റ്റാർസിനെ കൊണ്ടുവന്നിട്ടൊന്നും ഒരു അത്ഭുതമൊന്നും സൃഷ്ടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അല്ലെങ്കിൽ അമോറിമിന് ആ രീതിയിൽ ഒരു ചേഞ്ചിനുള്ള സമയം കൊടുക്കേണ്ടതുണ്ട്. കാരണം ഇപ്പം യുണൈറ്റഡ് പഴയ യുണൈറ്റഡ് അല്ല എന്നുള്ളതൊരു വസ്തുത തന്നെയാണ്. അപ്പം നിലവിൽ ഇപ്പം ചാമ്പ്യൻസ് ലീഗിൻ്റെ ആ ലെവലിൽ കളിക്കുന്ന യുണൈറ്റഡ് അല്ല, അതൊരു വസ്തുതയാണ്. അപ്പം അതിനനുസരിച്ച് അടുത്ത സീസണിനെ കുറച്ചും കൂടെ പ്രായോഗികമായി സമീപിച്ചില്ലെങ്കിൽ കാര്യങ്ങൾ ഇതുപോലെ തന്നെ മുന്നോട്ട് പോകാനാണ് സാധ്യത. ഒരു ടീമിലൊരു ഉടച്ചുവാർക്കൽ അത്യാവശ്യമാണ്. പല താരങ്ങളും പുറത്തു പോകേണ്ടതുണ്ട്. ഇപ്പം ഏറ്റവും ഒടുവിൽ ബ്രൂണോ ഫെർണാണ്ടസിൻ്റെ പേര് വളരെ സജീവമായിട്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. ബ്രൂണോ തന്നെ പറഞ്ഞു, ടീമിന് ആവശ്യമായുള്ള ഒരു ഘട്ടം വരികയാണെങ്കിൽ, ടീമിൻ്റെ നല്ലതിന് വേണ്ടിയാണെങ്കിൽ ഞാൻ പോകാൻ തയ്യാറാണെന്നുള്ള സൂചനകളൊക്കെ അദ്ദേഹം നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ബ്രൂണോ ഫെർണാണ്ടസ് പലപ്പോഴും വിമർശനങ്ങൾക്ക് ഇങ്ങനെ വിധേയനായിക്കൊണ്ടിരിക്കുകയാണ്. യുണൈറ്റഡിൻ്റെ ഏറ്റവും അധ്വാനിച്ച് കളിക്കുന്ന പ്ലെയറാണ്, യുണൈറ്റഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സെൻട്രൽ ഫിഗറാണ്, ക്യാപ്റ്റനാണ്, അതെല്ലാം നമുക്കറിയാം. പക്ഷേ ബ്രൂണോ പലപ്പോഴും ഈ എതിർ ടീം വളരെ പ്രസ്സിങ്ങിൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു ശൈലിയാണെങ്കിൽ ബ്രൂണോയുടെ ഭാഗത്ത് നിന്ന് മിസ്റ്റേക്കുകളൊക്കെ വരാറുണ്ട്, മിസ് പാസസുകൾ ഒരുപാട് സംഭവിക്കാറുണ്ട്, പൊസഷൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ കഴിഞ്ഞ സ്പർസിനെതിരെയുള്ള യൂറോപ്പ ലീഗിൻ്റെ ഫൈനൽ മത്സരത്തിൽ തന്നെ നമുക്കത് കാണാൻ സാധിച്ചു. ബ്രൂണോയുടെ മിസ് പാസിൽ നിന്നാണ് ആ ഒരു കൗണ്ടർ അറ്റാക്ക് വഴി ടോട്ടൻഹാം ആ ഗോൾ നേടിയത്. അപ്പം ഇതൊരു ഇഷ്യൂ ആയിട്ട് ഇപ്പോൾ ഇങ്ങനെ വളരെ സജീവമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ബ്രൂണോ ഫെർണാണ്ടസ് ഒരു കൗണ്ടർ അറ്റാക്കിംഗ് സ്റ്റൈലിൽ മുന്നോട്ട് പോകുന്ന ഒരു ടീമിൽ വളരെ മികച്ച പെർഫോമർ ആയിരിക്കും. ഇപ്പോൾ ഒലയുടെ ശിക്ഷണത്തിലൊക്കെ നമ്മളത് കണ്ടതാണ്. പക്ഷേ അമോറിമിൻ്റെ ഒരു ശൈലിക്ക് പറ്റിയ പ്ലെയർ ആണോ ബ്രൂണോ എന്നുള്ളതാണ് ഒരു ചോദ്യം. കാരണം ഒരു പൊസഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിൽ ബ്രൂണോയ്ക്ക് വേണ്ടത്ര രീതിയിൽ സക്സസ്ഫുൾ ആവാൻ പറ്റില്ല എന്നുള്ള ഒരു വാദമാണ് നിൽക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ തന്നെയാണെങ്കിൽ ഡബിൾ പിവോട്ട് എന്നുള്ള ലൈനിൽ ബ്രൂണോയെയും കാസമിറോയും ഇറക്കിയ അമോറിമിൻ്റെ ആ ഒരു ടാക്ടിക്സ് ശരിക്കും വർക്കൗട്ട് ആയില്ല. കാരണം ബ്രൂണോയെ ഫ്രീ ആയി വിട്ടാൽ മാത്രമേ റിസൾട്ട് ഉണ്ടാവുള്ളൂ. ഒന്നാമത് കറക്റ്റായിട്ട് പൊസിഷൻ കീപ്പ് ചെയ്ത് കളിക്കുന്ന ഒരു പ്ലെയർ അല്ല, എല്ലായിടത്തും ഓടി നടന്ന് കളിക്കുന്ന ഒരു ശൈലിയാണ് ബ്രൂണോ ഫെർണാണ്ടസിൻ്റെ. അപ്പോൾ അത് കഴിഞ്ഞ മത്സരത്തിൽ നമുക്ക് കാണാൻ സാധിച്ചത്. കാസമിറോ ആണെങ്കിൽ 33 വയസ്സ് കഴിഞ്ഞ് പഴയ വേഗതയില്ല അദ്ദേഹത്തിന്. അപ്പോൾ ശരിക്കും മിഡ്ഫീൽഡ് അങ്ങ് ഒന്നും ഇല്ലാത്തൊരവസ്ഥയാണ്. ആ ഒരു സാഹചര്യത്തിൽ ഈ ഒരു ശൈലി എത്രത്തോളം വർക്കൗട്ട് ആവും, 3-5-2 അല്ലെങ്കിൽ 3-4-3 3-4-2-1 എന്നൊക്കെ പറയുന്ന ഈ ശൈലികൾ എത്രത്തോളം വർക്കൗട്ട് ആവും എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിട്ട് നിൽക്കുന്നത്. അപ്പം ഇതാണ് പ്രശ്നം. അമോറിമിനെ സംബന്ധിച്ച് ഒരു വലിയ മാറ്റം അടുത്ത സീസണിൽ ഉണ്ടായാൽ, അതായത് ട്രാൻസ്ഫർ വിപണിയിലൊക്കെ മികച്ച രീതിയിലുള്ള പ്ലെയേഴ്സൊക്കെ വന്നാൽ മാത്രമേ അദ്ദേഹം പ്രതീക്ഷിക്കുന്ന ഒരു റിസൾട്ടിലേക്ക് കാര്യങ്ങൾ പോകൂ എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അപ്പോൾ അത് എത്രത്തോളം സാധ്യമാകുമെന്നുള്ളതാണ് ഒരു പ്രധാന ഒരു പോയിന്റായിട്ട് നിൽക്കുന്നത്. കാരണം നിലവിലെ സാഹചര്യത്തിൽ ഇത്രയും മികച്ച പ്ലെയേഴ്സിന് എവിടെ നിന്ന് ലഭിക്കും എന്നുള്ളതാണ് യുണൈറ്റഡിന്. അപ്പം ഓൾറെഡി റയൽ മാഡ്രിഡും എല്ലാ ടീമുകളൊക്കെ മാക്സിമം അവരുടെ പ്ലെയേഴ്സിനെയൊക്കെ ഗ്യാദർ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞു. അപ്പം യുണൈറ്റഡിന് എത്രത്തോളം കോമ്പീറ്റൻ്റ് ആയിട്ട് ഫിനാൻഷ്യൽ വൈസ് ആണെങ്കിലും അല്ലാതെയും താരങ്ങളെ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ്. കുറേ പാഴുകളെ കൊണ്ടുവന്നിട്ട് യാതൊരു കാര്യവുമില്ല. കാരണം ഓൾറെഡി കുറേ പേരുണ്ട്. അപ്പോൾ അതിനൊപ്പം ഇനിയും ഇങ്ങനെ കുറേ പ്ലെയേഴ്സിനെ കൊണ്ടുവന്നിട്ട് കാര്യമില്ല. പിന്നെ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള സമീപനത്തെക്കുറിച്ച് നമ്മൾ കൂടുതലൊന്നും പറയേണ്ട, എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ മാനേജ്മെൻ്റ് ആണ് യുണൈറ്റഡിന് ഈ അവസ്ഥയിൽ എത്തിച്ച്, ഗ്ലേസേഴ്സ് ആണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ ഇനിയോസ് ആണെങ്കിലും വേണ്ടാത്ത കുറേ തീരുമാനങ്ങളൊക്കെ എടുത്ത് കോസ്റ്റ് കട്ടിങ് ഒക്കെ നടത്തുന്നു. പക്ഷേ ടീമിൻ്റെ ഒരു മൊറയിൽ ഇല്ലാതാക്കുന്ന പല നടപടികളാണ് അവരെടുക്കുന്നതെന്നുള്ള ഒരു പ്രതീതി പൊതുവേ ഉണ്ട്. അപ്പോൾ എന്തായാലും യുണൈറ്റഡിനെ സംബന്ധിച്ച് വലിയൊരു വെല്ലുവിളി തന്നെയാണ് അടുത്ത സീസൺ. അമോറിമിന് അത് എങ്ങനെ അമോറിം അതിനെ ഡീൽ ചെയ്യും എന്നുള്ളത് നമുക്ക് കണ്ടറിഞ്ഞ് നോക്കേണ്ട ഒരു വസ്തുതയാണ്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ തിരിച്ചു കൊണ്ടുവരാൻ റൂബൻ അമോറിമിന് സാധിക്കുമോ? എന്താണ് യുണൈറ്റഡിന്റെ പ്രധാന പ്രശ്നം? ബ്രൂണോ യുണൈറ്റഡിൽ തുടരേണ്ടത് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തണേ.